ഹായ് കുംബാരീസ്. അപ്പോൾ പഴയ ചുരിദാറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ 1-2 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഇത് എനിക്ക് ടൈറ്റായി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പേപ്പർ കട്ടിങ്ങോ അല്ലെങ്കിൽ തുണിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ലൈനിങ്ങും അതൊക്കെ എല്ലാം ആ ചുരിദാറിലുള്ള മെറ്റീരിയൽ തന്നെ മതിയാവും കേട്ടോ. കൈയുടെ പോർഷൻ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചുരിദാറിന് തന്നെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഞാൻ കട്ട് ചെയ്ത് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ വീഡിയോസ് ഇട്ട് തരാം. എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരാം കേട്ടോ. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ടിലൊരു സ്ക്വയർ നെക്കും ബാക്കിലൊരു ലീഫ് നെക്കും വെച്ചു. അതിൻ്റെ താഴേക്ക് ഞാൻ ചെയ്ത് വെച്ചിരുന്ന ബട്ടൺസൊക്കെ അഴിച്ചെടുത്തിട്ട് അതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിലേക്ക് ഞാൻ ചെറിയൊരു പഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ബട്ടൺ താഴെയും കൂടി വെച്ച് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കേരള സാരിയോടെയൊക്കെ ഇടാൻ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഒരു 9 ഇഞ്ചൊക്കെ കൈയുടെ ലെങ്ത്തൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട്. പുതിയ ട്രെൻഡ് അങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. 1-2 പേരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തുണി അത്രയും കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയാണ് സ്ലീവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ സാരിയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണം. അതിനെ പെയിൻറ്റ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഒന്ന് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് സമയമുണ്ടല്ലോ. അങ്ങനെ കേരള കട്ട് മോഡലാണ് കേട്ടോ ചെയ്തിരിക്കുന്ന ബ്ലൗസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.